ഇന്നത്തെ പരീക്ഷണം കഫ്താൻ നൈറ്റിയിലാണ് കേട്ടോ. എങ്ങനെയാവുമെന്ന് കണ്ടറിയണം. അത് മാത്രമല്ല, ഇനി അഥവാ അടിച്ചടിച്ച് വരുമ്പോഴേക്ക് കിളിച്ചുണ്ടൻ മാമ്പഴത്തിൽ വെള്ളാട്ട പോകറാവോ എന്നുള്ളതാണ് കേട്ടോ എൻ്റെ സംശയം. ഇനി എന്തായാലും റൂമിലുള്ള നമ്മളെ ടേബിളിൻ്റെ മുകളിലുള്ള അൽക്കുലത്തെ സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി അതൊന്ന് തുടച്ചെടുത്തതിന് ശേഷം നമുക്ക് എന്തായാലും കട്ട് ചെയ്യലും അതുപോലെ ആവശ്യമുള്ള നൂല് സെലക്ട് ചെയ്യലും വരക്കലും മാർക്ക് ചെയ്യലും എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം എന്താണെന്നൊന്ന് പറഞ്ഞു തരണ്ട. പിന്നെ ആർക്കെങ്കിലും വീഡിയോ ഒക്കെ വേണമെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ പഠിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഷെയർ ചെയ്തു കേട്ടോ. ഇനി എന്തായാലും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കഴുത്തൊക്കെ ഇറങ്ങിപ്പോയോ ഇല്ലയോ എന്നൊക്കെ നോക്കാനായിട്ട് എന്തായാലും വെച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ ഞാനെല്ലാം എൻ്റെ മെഷർമെൻറ്റിനനുസരിച്ചിട്ടാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ഇത്രയും നെക്ക് വേണ്ടോ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. ലോങ് വീഡിയോ ആയിട്ടൊന്നും എടുത്തില്ല കേട്ടോ. കാരണം സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഓരോ കൺഫ്യൂഷൻസ് ഒക്കെ വരുമ്പോൾ വെച്ച് നോക്കിയിട്ടും മുറിച്ച് നോക്കിയിട്ടും മാറ്റി നോക്കിയിട്ടൊക്കെ അല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ത്രെഡ് ഇട്ട് കൊടുക്കാം. ഇത്രയാകുമ്പോഴേക്കും ജോലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയുള്ള ഒരു ടെൻഷൻ എന്ന് പറയുന്നത് ഇട്ട് കാണുക എന്നുള്ളതാണ്. എന്തായാലും എനിക്ക് ഒത്തിരി 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 ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുള്ളത് കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. ഞാൻ ആദ്യമായിട്ടാണ് കഫ്താൻ നൈറ്റി ഇടുന്നത് കേട്ടോ. പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഭയങ്കര കംഫർട്ടബിളാണ്. പിന്നെ മെറ്റീരിയലും അടിപൊളിയായിരുന്നു. എനിക്ക് ഈ മെറ്റീരിയലും ഭയങ്കര ഇഷ്ടമായി. ഈ ഒരു ഡ്രസ്സ് കണ്ടപ്പോൾ ഒരുപാട് നാളായിട്ട് വാങ്ങിക്കണോ എന്നിങ്ങനെ കൺഫ്യൂഷൻ അടിച്ചതാണ്. എനിക്ക് ഇഷ്ടപ്പെടില്ല എന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചത്. പക്ഷേ എനിക്ക് ഇട്ട് നോക്കിയപ്പോൾ ഭയങ്കര കംഫർട്ടബിളായിട്ടാണ് തോന്നിയത്. ഞാൻ കൈ പൊക്കുന്ന സമയത്തുണ്ടല്ലോ നമ്മളെ തോളോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല കേട്ടോ. അതൊക്കെ കറക്റ്റായിട്ട് തന്നെ മെഷർമെൻ്റ് എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കല്ലേ. എന്തായാലും ഞാൻ കഷ്ടപ്പെട്ടിട്ട് ചെയ്തൊരു സംഭവത്തിന് നിങ്ങൾ കൂടി ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ വല്ലാത്ത സന്തോഷമാണ് കേട്ടോ. അങ്ങനെ മനസ്സറിഞ്ഞ് സപ്പോർട്ട് ചെയ്യാൻ കാണിക്കുന്ന വലിയൊരു മനസ്സിന് എല്ലാവർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ് കേട്ടോ. എനിക്ക് എന്തായാലും ഒത്തിരി ഇഷ്ടമായി. എനിക്ക് ഒന്നാമത് ആ വർക്കും ഭയങ്കര ഇഷ്ടമായി. അതായത് മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ നല്ല ഇഷ്ടമായി. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത്രയും അറിയാനുള്ളൂ കേട്ടോ. അപ്പോൾ ബൈ.